ഹായ് ഓൾ, എല്ലാവർക്കും വിനാഷ് പ്ലസ്മെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ? ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ഒരൊറ്റ ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. അത് വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാക്കുന്ന മാറ്റം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിനാണ് അത്തരം ഒരു മൈൻഡ് സെറ്റിനാണ് ലയൺ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. സിംഹത്തിന് മറ്റുള്ള മൃഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ പല പോരായ്മകളും ഉണ്ട്. കാരണം കാട്ടിലെ ഏറ്റവും വേഗതയേറിയ മൃഗം സിംഹമല്ല, കാട്ടിലെ ഏറ്റവും ശക്തനായ മൃഗവും സിംഹമല്ല, ഏറ്റവും വലിയ മൃഗവും സിംഹമല്ല. എന്നിട്ടും അവൻ കാട്ടിലെ രാജാവായി. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ആറ്റിറ്റ്യൂഡ്, ലയൺസ് ആറ്റിറ്റ്യൂഡ്. അതാണ് നമുക്ക് വേണ്ടത്. എങ്ങനെയാണ് അവൻ മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്? അവൻ്റെ ഫോക്കസ്, ഫിയർലെസ്നെസ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇതൊക്കെയാണ്. നമുക്ക് ജയിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്. പലപ്പോഴും നമ്മളെ വിജയിപ്പിക്കാനായി എല്ലാവരും കൂടെ ഉണ്ടാവണമെന്നില്ല. നമ്മൾ വിജയത്തിലേക്ക് അടുക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും നമുക്ക് സപ്പോർട്ട് ലഭിക്കുന്നത്. അതൊരു സത്യമാണ്. പക്ഷേ വിജയത്തിലേക്ക് അടുക്കണമെങ്കിൽ, വിജയത്തിലേക്കുള്ള ആദ്യ ചുവടുകൾ വയ്ക്കണമെങ്കിൽ നമുക്ക് മാറ്റേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. ലയൺ മൈൻഡ് സെറ്റ്. ലയൺ എങ്ങനെയാണ് വേട്ടയാടുന്നതെന്നറിയാമോ? അത് ഒരു ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അത് ഒരു മൃഗത്തിനെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്യും. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും അതിനെ ഫോക്കസ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അത് റെഗുലറായിട്ട് പോകുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ റൊട്ടീൻ, ഇതെല്ലാം മനസ്സിലാക്കിയത് ശേഷമാണ് ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, താൻ ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു ടാർഗറ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ജീവിതത്തിന് വിജയത്തിന് വേണ്ടത് നമ്മളൊരു നല്ല ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു ടാർഗറ്റ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താണ് നമുക്ക് നേടേണ്ടത്, അതിലേക്ക് എത്തിപ്പെടാനായിട്ട് എന്തെല്ലാം വഴികളാണുള്ളത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി വർക്ക് അവിടെ കംപ്ലീറ്റ് ആയെന്ന് പറയാം. പിന്നെ കൃത്യമായ ഫോക്കസാണ്. ആ ഫോക്കസ് ചെയ്യുന്ന ആനിമലിനെ അതെങ്ങനെയാണ് ഹണ്ട് ചെയ്യുന്നത്? അതിനിടയ്ക്ക് മറ്റെന്ത് മൃഗം വന്നാലും, ഒരു മൃഗത്തെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ വാച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൃഗം അതിനിടയ്ക്ക് വന്നാൽ പോലും അതിനെ മൈൻഡ് ചെയ്യില്ല. കാരണം അതൊരിക്കലും ഫോക്കസിൽ നിന്ന് വിട്ടുപോകില്ല. അത് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന അതേ ഫോക്കസിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട്. നമുക്കുള്ളൊരു വലിയ പ്രോബ്ലം അതാണ്. നമ്മൾ പല സമയത്ത് ഒരു ടാർഗറ്റ് വയ്ക്കും, പക്ഷേ കുറച്ച് ട്രൈ ചെയ്തിട്ട് നടക്കില്ല എന്ന് വെക്കുമ്പോഴത്തേന് അടുത്ത ടാർഗറ്റ് ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് അതിൻ്റെ പുറകെ നമ്മൾ പോകും. അങ്ങനെ എപ്പോഴും നമ്മൾ ലക്ഷ്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. ഒരു ലക്ഷ്യവും നമുക്ക് സാധിക്കാൻ കഴിയാതെ വരും. ഒരു സിംഗിളായിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മൾ മനസ്സിലുറപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അതാണ് ഒരു ലയൺ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. കൃത്യമായി ഫോക്കസ് ചെയ്യുക. അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ഡിസ്ട്രാക്ഷനുകളെല്ലാം എലിമിനേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരു സിംഹം അതിനെ വേട്ടയാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനിടയ്ക്ക് മറ്റേതെങ്കിലും മൃഗങ്ങൾ കൈയറ്റും ദൂരത്തെത്തിയാൽ പോലും അതിനെ പിടിക്കത്തില്ല. അത് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരൊറ്റ മൃഗത്തിന് പിന്നാലെ പോകും. ഫോക്കസ്. അതാണ് സിംഹത്തെ മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം. രണ്ടാമത് സംഘാടനം. അവർ ഒരു പ്രൈഡായിട്ടാണ്, ഒരു കൂട്ടമായിട്ടാണ് അതിനെ ആക്രമിക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്. ഒരിക്കൽ ആക്രമിക്കാൻ തുനിഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കാത്ത രീതിയിലാണ് കഴിവതും അത് ആക്രമിക്കുന്നത്. പ്രോപ്പറായിട്ടുള്ളൊരു സംഘടന. നമ്മളെപ്പോഴും ശക്തന്മാരായ വ്യക്തികളെയും അതുപോലെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നവരെയും സപ്പോർട്ട് ചെയ്യുന്നവരെയും ലഭിക്കുമെങ്കിൽ തീർച്ചയായും കൂടെ നിർത്തണം. അത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര വളരെ ഈസിയാക്കും. അടുത്ത ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗനമായ സമീപനമാണ്. അത് ടാർഗറ്റിനടുത്തെത്ത് ഏകദേശം 30 മീറ്റർ അടുത്തെത്തുന്നത് വരെ വളരെ മൗനമായും വളരെ ശാന്തമായും ആണ് ആ ടാർഗറ്റിലേക്ക് അത് എത്തുന്നത്. ആ മൃഗത്തിലേക്ക് അറ്റാക്ക് ചെയ്യാനുള്ള മൃഗത്തിലേക്ക് അത് എത്തുന്നത്. ഏറ്റവും അടുത്ത് ഏകദേശം 30 മീറ്ററിന് അടുത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുകയും പെട്ടെന്ന് തന്നെ അതിനെ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അതിനെ പിടിക്കുകയും ചെയ്യത്തുള്ളൂ. വളരെ ശാന്തമായിട്ട് നമ്മുടെ അടികൾ, ഓരോ അടിയും വളരെ ശാന്തമായിട്ട് മുന്നോട്ട് പോവുക നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ. ഒരിക്കൽ നമുക്ക് ലക്ഷ്യത്തിലെത്താനുള്ള വഴികൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ വേഗത്തിലായിരിക്കണം നമ്മുടെ യാത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുവാനായിട്ട്.
നമുക്കുണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസുകളെല്ലാം എലിമിനേറ്റ് ചെയ്യണം. കാരണം നഷ്ടം എപ്പോഴും നമുക്ക് തന്നെയായിരിക്കും. നഷ്ടം നമുക്കാണ്. പിന്നെ ഒരു പക്ഷേ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഡിപ്പെൻഡൻസ്. പലപ്പോഴും കുടുംബവണ്ടി വലിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. നമ്മൾ ക്ഷീണിച്ചു പോയാൽ, നമ്മൾ തകർന്നു പോയാൽ, നമ്മളെ വിശ്വസിച്ച് ഈ വണ്ടിയിൽ കയറിയ കുറേ ആളുകളുണ്ട്. അവരുടെയൊക്കെ ജീവിതം ലക്ഷ്യത്തിലെത്താതെ പാതയിൽ നിന്ന് പോകും. അപ്പോൾ നമുക്ക് ഈ ജീവിതത്തിൽ വിജയിച്ചേ പറ്റുകയുള്ളൂ. നമുക്ക് വിജയിക്കണം, അല്ലാതെ വേറെ നിവൃത്തിയില്ല. പിന്തിരിഞ്ഞോടാൻ സാധിക്കില്ല. ഇവിടെ വെച്ചെല്ലാം അവസാനിപ്പിച്ചു പോകാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ ഫസ്റ്റ് ഓഫ് ഓൾ നഷ്ടം നമ്മുടേതായിരിക്കും. കാരണം ഈ ലോകത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ നമ്മളുടെ നഷ്ടം നമ്മളുടേത് മാത്രമായിരിക്കും, എല്ലാം പെട്ടെന്ന് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ. അതുകൊണ്ട് നല്ലൊരു പോരാളിയെ പോലെ, വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത സിംഹത്തെ പോലെ ഒരിക്കൽ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യുന്നത് വരെ മടുക്കാതെ, വിഷമിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു 9 മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കൂ. എന്നിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങും. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താനും നമുക്കൊരു വിജയം കണ്ടെത്താനും സാധിക്കും. അങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.